നോറയോട് ടോപ്പ് 5 ആരൊക്കെ വരുമെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ നോറ പറയേണ്ടത് ആരൊക്കെ വരില്ല എന്നുള്ള രീതിയിലാണ്. ആരൊക്കെ വരില്ല എന്ന് നോറയ്ക്ക് തോന്നുന്നത് ആ രീതിയിലാണ് പറയേണ്ടത്. ഉടനെ നോറ ആദ്യം തന്നെ ഋഷിയുടെയും ജിൻഡോയുടെയും പേര് പറയുന്നു. അവിടെ ജിൻഡോയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ നോറയ്ക്ക് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. പിന്നെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നോറ എത്ര നിലപാടുകളാണ് സഞ്ചിയിലാക്കി കൊണ്ടുവന്നത് എന്നിങ്ങനെ പരിഹസിച്ചുള്ള ചോദ്യമാണ്. ഉടനെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി എന്നൊരു കൗണ്ടർ അടിക്കുന്നുണ്ട്. ആ ഒരു കൗണ്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി. പിന്നെ അഭിഷേക് അൻസിബെ പോലെ തന്നെ മറ്റേ ഫാമിലിയുടെ കേസൊക്കെ എടുത്തിടുന്നുണ്ട്. ഫാമിലിയെ വെച്ച് വിക്ടിം കാർഡ് കളിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഫാമിലിയെ പിച്ച് ചീന്താൻ പ്രേക്ഷകരിലേക്ക് വിട്ടുകൊടുക്കുന്നു എന്ന രീതിയിൽ. അതിന് നോറ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. നോറ ആ ഒരു കാര്യം നോറയോട് ചോദിച്ചാൽ നോറ നിന്ന് ഉരുകും. അതാണ് നോറയുടെ ഇപ്പോഴത്തെ അവസ്ഥ. വളരെയധികം കൺഫ്യൂസ് ചെയ്യിപ്പിച്ചാണ് ചോദ്യങ്ങൾ ചോദിച്ചത് എല്ലാവരും, വേറെ പലതും ഒക്കെ ആയിട്ട്. അതുപോലെ സിജോ ചോദിക്കുന്നുണ്ട് ജാസ്മിനും ജിൻഡോയും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് അല്ല എന്നാണ് നോറയുടെ കാഴ്ചപ്പാട്, അതിന്റെ റീസൺസ് പറയുമോ എന്ന്. അതിനും മറുപടി ഒന്നുമില്ല. പെൻഡിങ്ങിൽ ഇടുന്നുണ്ട് ആ ഒരു ചോദ്യമൊക്കെ. പിന്നെ ജിൻഡോ ചോദിക്കുന്നുണ്ട് ആദ്യത്തെ 2 ആഴ്ച നോറ ഭയങ്കര കരച്ചിലായിരുന്നു, അതൊക്കെ ഫേക്ക് ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനെന്താണ്, നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെയാണ് നോറ ജിൻഡോയോട് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു ടാസ്ക് ചെയ്യേണ്ടത്. എനിക്കറിയത്തില്ല കേട്ടോ, ഇതാണ് രസകരമായതെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ചെയ്യിപ്പിക്കാൻ നോക്കിയത്. അല്ല, നോറയ്ക്ക് രസകരമായിട്ട് ചെയ്യാൻ അറിയത്തില്ല, നോറ അത് ചെയ്യാൻ നിൽക്കരുത്. എല്ലാ ചോദ്യങ്ങളെയും ഫേസ് ചെയ്യുകയാണ് വേണ്ടത്, അല്ലാതെ ഭയന്ന് ഓടുകയല്ല. ഇപ്പം ജിൻഡോ, ജാസ്മിൻ, സിജോ 3 പേരുടെയും ചോദ്യങ്ങളായി നോറ പേടിച്ചോടിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എല്ലാത്തിനും മറുപടി കൊടുക്കാൻ, തെറ്റിയാ തെറ്റി, അവര് കളിയാക്കട്ടെന്നേ, അതിനെന്തിനാണ് ഈ ഒഴിഞ്ഞു മാറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. പിന്നെ ജാസ്മിൻ കുറെ കൺഫ്യൂസിങ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജിൻഡോയുടെ ചോദ്യത്തിന് ഒരു അറ്റാച്ച്മെന്റ് എന്ന നിലയ്ക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ജാസ്മിൻ ചോദിച്ചു. നോറയുടെ ജേർണി ആദ്യം വളരെ പാവം കുട്ടിയായിരുന്നു, പിന്നീട് കണ്ണീരും കലാപവുമായി, ഇപ്പൊ വളരെ ബോൾഡ് ആയിട്ടാണ് നിൽക്കുന്നത്, നിന്റെ ഡ്രസ്സിംഗ് സെൻസിൽ പോലും അത് അറിയാനുണ്ട്, ഇതാണ് നോറയുടെ ജേർണി, ഇത് നോറ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. ഇതിന് നോറ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ടാസ്ക് ഫ്ലോപ്പായി എന്ന് മനസ്സിലാക്കി ബിഗ് ബോസ് അപ്പൊ തന്നെ ബസർ അടിക്കുന്നുണ്ട്. നോറ അൻസിബ അടി പൊട്ടട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും ചിലപ്പോ. എന്തായാലും ഈ ഒരു ടാസ്ക് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ അവസ്ഥയായിരുന്നുവെങ്കിലും എല്ലാരും കൂടി നോറയെ ലൈറ്റ് ആയിട്ടൊന്ന് ഒറ്റപ്പെടുത്തുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഒറ്റപ്പെടൽ എന്നുള്ളൊരു സാധനം, നരേറ്റീവ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ടാസ്ക് നോറയ്ക്ക് തന്നെ കൊടുത്തത്. കാരണം നോറയ്ക്കെതിരായിട്ട് കളിക്കുന്ന 3, 4, 5 പേരുണ്ട് ആ വീട്ടിനകത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ടാസ്ക് നോറയ്ക്ക് ഇന്ന് രാവിലെ കൊടുത്തത്. അതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.